ഹായ്. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ബാലിയിലോട്ട് പോവുകയാണ്. ബാലി ഞങ്ങൾ ചെന്നൈയിൽ നിന്നാണ് ബുക്ക് ചെയ്ത്. ചെന്നൈ ടു സിംഗപ്പൂർ, സിംഗപ്പൂർ ടു ബാലി DPS എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് നൈറ്റ് കയറിയിട്ട് സിംഗപ്പൂർ മോർണിംഗ് എത്തി. അപ്പോൾ ഞങ്ങൾ സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നതാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിലാണ് ഞങ്ങൾ വന്നത്, സ്കൂട്ടിൽ. അപ്പം ഇനി ഇറങ്ങിയിട്ട് ഇവിടെ ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഒന്നുകൂടി ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ചെക്കിങ് മാത്രമേ ഉള്ളൂ, നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് തപ്പി നടക്കുകയാണ്, എന്തെങ്കിലും റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ 7-Eleven കണ്ടു. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്കും 2 hours ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ബാലിയിലേക്കുള്ള ഫ്ലൈറ്റ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബാലിയിൽ എത്തിയിട്ടുള്ളതാണ്. ഇതാണ് ബാലിയിലെത്തിയിട്ട് എയർപോർട്ട്. പിന്നെ ഞങ്ങൾക്ക് ഇമിഗ്രേഷനും വിസ ചെക്കിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ ഓൾറെഡി ഒരു കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴിയല്ല, ഞങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരാളെ ഡ്രൈവർ സെലക്ട് ചെയ്തതാണ്. അങ്ങനെ ഇയാളെ ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് കറക്റ്റ് ടൈം. ഞങ്ങൾക്ക് സിം കാർഡും കുറച്ച് മണി എക്സ്ചേഞ്ചും ഉണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ്. മണി എക്സ്ചേഞ്ചും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാവുന്ന രീതിയിൽ ഇവിടെ ആൽഫാമാർട്ട് കണ്ടു. നമ്മൾ 7-Eleven പോലെ തന്നെ ആൽഫാമാർട്ട്, ഇൻഡോമാർട്ട്, അങ്ങനെ കുറേ മാർട്ടുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി. കുറച്ച് ചിപ്സും ബ്രെഡും അങ്ങനത്തെ ടൈപ്പൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. ഇതാണ് ഞങ്ങൾ വാങ്ങിയ ഒരു ബൺ ടൈപ്പ് ചോക്ലേറ്റും ബട്ടറൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആക്ച്വലി. പിന്നെ ഇതാണ് ഞങ്ങൾ വാങ്ങിയ 2 ചിപ്സ്. ഇതൊരു ബീഫ് ഫ്ലേവർ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ചിപ്സാണ്. പിന്നെ ഇത് അടുത്ത് വന്നിട്ട് സീവീഡ് ഫ്ലേവർ വരുന്നൊരു ചിപ്സാണിത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഫസ്റ്റ് ഹോട്ടൽ ചെക്ക് ഇൻ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ പിന്നെ വിചാരിച്ചെങ്കിൽ ലാസ്റ്റ് നൈറ്റ് പോയിട്ട് ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട് ഇന്നത്തെ പ്ലാൻ പ്രകാരം. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഗരുഡ സ്റ്റാച്ചുവിൻ്റെ അവിടെ എത്തി. അതാണ് ഫസ്റ്റ് ഞങ്ങളുടെ പ്ലാന്. ഈ ഒരു സ്റ്റാച്ചു നമുക്ക് അവിടെ പോകണമെങ്കിൽ ഇവിടെ ടിക്കറ്റ് എടുക്കണം. പിന്നെ നമുക്ക് നടന്നു പോകാം, അല്ലെങ്കിൽ ബാഗ് പിടിക്കുകയും ചെയ്യാം. ഞങ്ങൾ ബാഗിൻ്റെ ടിക്കറ്റും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റാച്ചു കുറേ ഇൻസ്റ്റാ വീഡിയോസിലെല്ലാം കാണാൻ പറ്റും. നമ്മൾ എയർപോർട്ടിൽ നിന്നേ ഈ സ്റ്റാച്ചു കാണാൻ പറ്റും. ഒരു അർജുൻ്റെ സ്റ്റാച്ചു, പിന്നെ ഗരുഡേൻ്റെ സ്റ്റാച്ചു, പിന്നെ വേറെ കുറേ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു അർജുൻ്റെ ആണെന്ന് തോന്നുന്നു. അതൊരു സ്റ്റാച്ചു നമുക്ക് എയർപോർട്ടിൽ നിന്നേ കാണാൻ പറ്റും. ഈ ഒരു സ്റ്റാച്ചു ആണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എയർപോർട്ടിൽ നിന്നേ കാണാൻ പറ്റും. അത്രയും വലിയൊരു സ്റ്റാച്ചു ആണിത്. എനിക്ക് തോന്നുന്നു ബാലിയിൽ തന്നെയുള്ള ഏറ്റവും വലിയ സ്റ്റാച്ചു ആയത്. അതാണ് ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞത്. പിന്നെ ഈ ഒരു സ്റ്റാച്ചു അല്ലാണ്ട് ഇവിടെ വേറെയും കുറേ സ്റ്റാച്ചു ഉണ്ട്. പിന്നെ ഈ സ്റ്റാച്ചുവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ ഒരു പോർഷൻ ഉണ്ട്. ജസ്റ്റ് കുറച്ച് ഇങ്ങനെ ഇതെല്ലാം കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. കുറേ രൂപങ്ങൾ, വേറെ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ടും കുറച്ച് ഈ ഒരു ചെറിയ പോർഷൻ മാത്രമല്ല, അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കാര്യമായിട്ടൊന്നുമില്ല. മുകളിലോട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റും. അതിന് വേറെ ടിക്കറ്റ് എടുക്കണം. പക്ഷെ ഞങ്ങൾ ആ ടിക്കറ്റ് എടുത്തില്ല. അതിന് വീണ്ടും കുറേ ടൈം എടുക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സ്റ്റാച്ചു കണ്ടിട്ട് അടുത്ത ബാഗിൽ കയറി. എന്നിട്ട് അവർ നമ്മൾ വേറെ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യും. അവിടെയും കുറേ സ്റ്റാച്യൂസ് ഉണ്ട്. ഒന്നുമില്ല, ഞാൻ നടക്കുക. വഴിയിൽ വണ്ടി അവിടെ ഇറക്കി ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് നടന്നുകൊണ്ടിട്ട് അവിടെ വേറെ സ്റ്റാച്ചു കാണാണ്ട് വേറെ. ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. അങ്ങോട്ടാണ് ഒന്ന് കയറി പോകേണ്ടത്. നല്ല പൊരിഞ്ഞ വെയിലാണ്. അത് തുറന്ന സ്ഥലമാണ്. ഈ ഒരു 3 മണി ടൈമാണ്. നല്ല പൊരിഞ്ഞ വെയിലാണ്. അപ്പോൾ ഇത് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് നടന്ന് കാണാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ഗാർഡൻ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ എല്ലാ സ്ഥലവും നല്ല ഫോട്ടോസ്, എനിക്ക് നമുക്ക് അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും.
ഇതൊരു ആർട്ടിഫിഷ്യലാണ്. ചെറിയൊരു വാട്ടർ ബോഡി പിന്നെ ചെറിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ടെമ്പിളും അവർ സെറ്റ് ചെയ്ത് നമുക്ക് എവിടെയും എല്ലായിടത്തും നമുക്ക് ടെമ്പിൾ കാണാൻ പറ്റും, ചെറിയൊരു ടെമ്പിൾ കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉലുവാട്ടുള്ള കേക്കാക്ക് ഡാൻസ് കാണാൻ പോയതാണ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ വരുന്ന വഴിയിൽ ഫോണോ കയ്യിൽ ഒരു സാധനവും നമുക്ക് വെക്കാൻ പറ്റില്ല. എല്ലാം ബാഗിലിട്ടിട്ട് നമുക്ക് കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ അത്രയും അഗ്രസീവായ കുരങ്ങന്മാരാണ് ഇവിടെ ഉള്ളത്. അപ്പം കറക്റ്റ് 6 മണിയായപ്പം കേക്കാക്ക് ഡാൻസ് തുടങ്ങി. ഇത് ഉലുവാട്ടൂരുള്ള ടെമ്പിളിൻ്റെ അവിടെയുള്ള കേക്കാക്ക് ഡാൻസാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ ടെമ്പിളിൽ പോയി നമുക്ക് എക്സ്ട്രാ ഒരു ടിക്കറ്റും കൂടെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ഡാൻസ് കാണും കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല വേർത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ നോർമൽ അവിടെയുള്ള ഒരു സാധാ ഒരു വറങ്ങിലാണ് പോയി കഴിച്ചത്. നമ്മൾ തട്ടുകട പോലത്തെ സ്ഥലത്ത് നിന്ന്. ഇത് ഫ്രൈഡ് റൈസാണ്. ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ചെക്ക് ഇൻ ചെയ്യാനാണ് പോയത്. ഞങ്ങൾ ഉലുവാട്ടൂരാണ് ഇന്ന് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു ദിവസത്തേക്ക്. അപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് ഇതാണ് ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന റൂം. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. മെയിനായിട്ട് ടു പ്ലേസാണ് ഞങ്ങൾ കവർ ചെയ്തത്. ഒന്ന് ഗരുഡയും പിന്നെ ഒന്ന് ഡാൻസും. ബൈ.